എല്ലാവർക്കും നമസ്കാരം. നാരങ്ങച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 10 നാരങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി പുറം തുടച്ച് മാറ്റി വയ്ക്കാം. സ്റ്റീമറിലോ ഇടിയപ്പച്ചെമ്പിലോ വെച്ച് 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. നാരങ്ങ നന്നായി ചൂടാറിയതിന് ശേഷം ഏതെങ്കിലും ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും കട്ട് ചെയ്തിട്ടെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. അച്ചാർ തയ്യാറാക്കാൻ എപ്പോഴും ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിലേക്ക് വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. വിനാഗിരി നന്നായി തിളച്ച് വരുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് കൊടുത്ത് ഇളക്കി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് തിളച്ച് വരണം. 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. 2-3 ദിവസത്തിൽ ഈ ഒരു നാരങ്ങാച്ചാർ ഉപയോഗിച്ച് തുടങ്ങാം. ഒട്ടും തന്നെ ജലാംശം ഇല്ലാത്ത നന്നായി കഴുകി തുടച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ കുപ്പിയിലോ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു അച്ചാർ സൂക്ഷിക്കാം. അച്ചാറിന് ചെറിയൊരു മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി മധുരം ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം മാത്രം അച്ചാർ കുപ്പിയിലിട്ട് സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.